ഇതെന്താ പ്രശ്നം എന്താണ്? ഇന്ത്യ ഡ്രസ് ഉണ്ടാ തന്നെ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകണം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഞാൻ മാത്രല്ല, എല്ലാരും ഒന്ന് കളർഫുൾ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇന്നെ പോലെ നടക്കാൻ മടിയുള്ളവർക്ക് കുതിരയുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ പച്ചത്തത്തയാണ്, ഓളെ നാട്ടിൽ ഫുള്ള് മഞ്ഞത്തത്ത എന്നാണ് ഓള് പറയണത്. ഏതാ ഓളെ നാടുന്നാവും. ഇവൻ ഭൂലോക കോഴിയാണ്. അവിടുത്തെ ചെക്കിങ്ങിനിടെ അവിലവന്റെ വാങ്ങിച്ച സങ്കടത്തിലാണ് വിഷ്ണു. അല്ല, നമ്മളിപ്പോ എവിടെ പോണെന്നില്ല നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അല്ലേ? ഒരു പ്രണയത്തിന്റെ സ്മരണക്കായി 22 വർഷമെടുത്ത് 1653 ആത്മാർത്ഥമായ ഒരു പ്രണയത്തിന്റെ പൂർണ്ണ രൂപം സൃഷ്ടിക്കപ്പെട്ടു. ആ പൂർണ്ണ രൂപത്തെ കാണാനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. അതെ, അതിന്റെ പേരാണ് താജ്മഹൽ. മുംതാസിന് വേണ്ടി ഷാജഹാൻ തീർത്ത ആ സ്വപ്ന മന്ദിരം. ആരും തെറ്റിദ്ധരിക്കരുത്, അത് കല്യാണ ചക്കനല്ല, താജ്മഹൽക്കായതുകൊണ്ടുള്ള കോസ്റ്റ്യൂമാണ്. സംസാരിക്കണ പോലെ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ ഇവരെല്ലാവരും ജീവിച്ച് കാണിക്കണല്ലോ. കാര്യമായിട്ട് ഇവരിങ്ങനെ നോക്കിക്കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്താന്ന്. അപ്പൊ ഇവരെ ചർച്ചാ വിഷയം എന്താന്ന് വെച്ചാൽ താജ്മഹലിൽ എങ്ങനെ വെള്ള കളർ വന്നു എന്നുള്ള. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ നിൽക്കണ പോലെ കോള ഫോട്ടോ എടുക്കാനാണെന്ന്. അല്ല, ഓള് മാറാൻ വേണ്ടി കാത്തിക്കാണ് ഓലെ. അപ്പൊ ഇവിടുന്നല്ലേ ഇങ്ങനെയുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. ഇപ്പോഴല്ലേ സംഭവം പിടുത്തം കിട്ടിയത്. ഓരോ കണ്ടിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ സംഭവം പാളിപ്പോയി. എന്താ ഒളിഞ്ഞു നോക്കണേ. ഇവരുടെ ഈ ഡാൻസ് കളി കൊണ്ട് അവിടെ മൊത്തം നമുക്ക് ഫാൻസായി മാറി. നമ്മളെ കുട്ടികൾ പിന്നെ എവിടെ പോയിരുന്നാലും സായിപ്പന്മാർ ക്യാമറ നോക്കി പിന്നാലെ കൂടി. നമ്മളെ കുട്ടികൾ പിന്നെ അഹങ്കാരമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇരുന്നു. ആഗ്ര ഫോട്ടോ നോക്കിയാൽ താജ്മഹലിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ആ കാണുന്നത്. ഇന്ന് നമ്മളെ ഫർസിന്റെ പർച്ചേസ് ഫർസിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് എല്ലാവരും റെഡി ചെയ്ത് നിൽക്കുന്നത്. സർപ്രൈസ് ചീറ്റി പോയി. ഫർസിന് കാര്യം ആദ്യം മനസ്സിലായി. എന്തായാലും വിഷ്ണു ഫർസിനും കൂടി കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിച്ച് നമ്മൾ നേരെ ഡൽഹിക്ക് ബസ്സിൽ പിന്നെ അന്താക്ഷരിയും ഗെയിമുകളായിട്ട് നമ്മൾ ഫുൾ ഓണായിരുന്നു. ഞാൻ പിന്നെ പാട്ടിൽ പണ്ടേ പുലി ആയതുകൊണ്ട് ഇന്നെ തോൽപ്പിച്ചാൻ ആർക്കും കഴിയില്ല, നിങ്ങൾക്ക് അറിയണല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, നാളെ കാണാം.